പൊക്രാനിലെ പരീക്ഷണത്തിന് ശേഷം അടൽ ബിഹാരി വാജ്പേയി ലോകത്തിന് കൊടുത്തൊരു സന്ദേശമുണ്ട്. ഈ ആയുധം ഞങ്ങൾ സജ്ജമാക്കി കഴിഞ്ഞു എന്നുള്ളത് സത്യമാണ്. ഞങ്ങൾ സജ്ജമാണ്. ഭാരതത്തിൻ്റെ പ്രതിരോധത്തിന് വേണ്ടി ഇത് സജ്ജമാക്കി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഒരു കാരണവശാലും ഇത് ആദ്യം ഉപയോഗിക്കുന്ന രാജ്യം ഭാരതമായിരിക്കില്ല എന്ന് ലോകത്തിന് ഉറപ്പ് കൊടുത്ത പ്രധാനമന്ത്രിയായിരുന്നു അടൽ ബിഹാരി വാജ്പേയി. അങ്ങനെ ബോംബ് കയ്യിലുണ്ടെങ്കിലും അതല്ല അതിനേക്കാൾ വിനാശകരമായ ആയുധം കയ്യിലുണ്ടെങ്കിലും അത് പ്രതിരോധത്തിന് വേണ്ടി കരുതി വയ്ക്കുക എന്നുള്ളതിനപ്പുറം, അല്ലെങ്കിൽ ഒരു ഡിറ്ററൻസ് ആയിട്ട് ഉപയോഗിക്കുക എന്നുള്ളതിനപ്പുറമായിട്ട് ആക്രമണത്തിന് വേണ്ടി അതിനെ ഉപയോഗിക്കുന്നതിന് തയ്യാറുള്ളൊരു രാജ്യമല്ല ഭാരതം എന്ന സന്ദേശം നേരത്തെ തന്നെ കൊടുത്തിട്ടുണ്ട്. ആ ഭാരതത്തിന് പ്രതിരോധം വേണ്ടി വന്നാൽ, ഇങ്ങോട്ട് കയറി ആക്രമണം വന്നാൽ എന്ത് ചെയ്യണമെന്ന് കൃത്യമായി അറിയാം. പല പ്രാവശ്യം മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് പാകിസ്ഥാന്. കാരണം അനാവശ്യമായി പ്രകോപനകരമായി ഒന്നനങ്ങിക്കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഈ ഭൂമുഖത്തുണ്ടാവില്ല എന്ന കൃത്യമായ സന്ദേശം. അതിന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഒരിക്കൽ പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്: ഞങ്ങൾ ഭാരതം ആദ്യം വെടിയുതിർക്കുകയില്ല, തോക്കുപയോഗിക്കുക പോലുമില്ല. പക്ഷേ ഇങ്ങോട്ട് കയറി ആക്രമിച്ചാൽ ഹം ഗോലിക്ക ഗിണ്ടി നഹീ കർത്താ ഹൈ എന്ന് പറഞ്ഞാൽ വെടിയുണ്ട എത്ര അങ്ങോട്ട് പായിക്കുന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾ എണ്ണം പോലും വെക്കുകയില്ലെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് പാകിസ്ഥാൻ്റെ ഭയത്തിനപ്പുറം പാക് പ്രണയത്തിൽ അന്ധരായ കോൺഗ്രസ് രാഷ്ട്രീയ പക്ഷത്തോട് പറയാനുള്ളത്, അത് മണിശങ്കരയ്യരാണെങ്കിലും ഫറൂഖ് അബ്ദുള്ളയാണെങ്കിലും INDIA-യുടെ ഏത് സഖ്യകക്ഷിയാണെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിലും ഏത് പ്രസ്ഥാനത്തിൻ്റെ ആളാണെങ്കിലും അവർ ആ പാകിസ്ഥാൻ്റെ ബോംബ് കാണിച്ച് ഭാരതത്തെ ഭയപ്പെടുത്താമെന്ന് കരുതിയാൽ അവർ പരാജയപ്പെടും. അവർക്ക് തെറ്റി തിരിച്ചടി അവരുടെ യജമാനന്മാർക്ക്, അങ്ങനെ പറയുന്ന കോൺഗ്രസ് രാഷ്ട്രീയക്കാരുടെ യജമാനന്മാരായ പാകിസ്ഥാനികൾക്ക് സ്വന്തം നിലനിൽപ്പ് അവസാനിക്കുന്ന ഘട്ടം കാണേണ്ടി വരും എന്നുള്ളതാണ് എനിക്ക് പറയുവാനുള്ളത്.